ഹായ് എവ്രിവൺ, സയ്യോ ബ്ലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വിഷുവൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ എങ്ങനെയല്ലേ. അപ്പോൾ ഞാനിവിടെ 1.5 ഗ്ലാസ് പുട്ടുപൊടിയും 1/2 ഗ്ലാസ് നമ്മളെ പത്തിരിപ്പൊടി അപ്പപ്പൊടിയൊക്കെ ഇല്ലേ, നൈസായിട്ടുള്ള അരിപ്പൊടി, അതുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ആ നേന്ത്രപ്പഴം പുഴുങ്ങി നന്നായിട്ട് അരച്ചെടുക്കണം. അതുപോലെ 1 ഗ്ലാസ് അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ അവലിന് പകരം മൈദയും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ അവൽ പൊതിർത്ത് വെക്കണം, എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ശർക്കരയാണ്. ശർക്കര പാനിയായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കറുത്ത എള്ളാണ്, അതായത് ബ്ലാക്ക് സെസമി സീഡാണ് വേണ്ടത്. അത് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണം. അതിലും കുറച്ച് കല്ലൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് അരിച്ചെടുക്കണം. പിന്നെ ഏലക്കായ വേണം. ഞാൻ ഏലക്കായയും പഞ്ചസാരയും കൂടി നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അരിപ്പൊടിയും ശർക്കരയും നമ്മൾ അരച്ച് വെച്ചിട്ടിരിക്കുന്ന അവലും അതേപോലെ പഴവും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിൽ ഏലക്കായും പഞ്ചസാരയും അരച്ച് വെച്ചതും ചേർത്തിട്ടുണ്ട്. ശർക്കരപ്പാനി നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ അതിലേക്ക് ഈ എള്ളും അതുപോലെ നമ്മൾ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തതും ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ട് നമ്മളൊരു 2 മണിക്കൂർ വെക്കണം. അപ്പം കുറച്ചൊന്ന് പൊന്തി വരും മാവ്. ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് തിളക്കുമ്പോൾ അതിലേക്ക് ഈ മാവ് കുറച്ചായിട്ട് ഓരോ കുഴിയിലായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒരു ഭാഗം നന്നായി വെന്തെന്ന് തോന്നുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ പിന്നെ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വിഷുവിന് ആരും തന്നെ വിഷമിക്കേണ്ട, കണി കാണാൻ ഉണ്ണിയപ്പം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.